നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇന്ന് പലരും ആ ക്രിപ്റ്റോ കറൻസി സേവ് ചെയ്യുന്നുണ്ട്. കാരണം വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കറൻസിയാണത്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി നമുക്കാർക്കും കാണാൻ സാധിക്കത്തില്ല, ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട്. പക്ഷേ ഇന്ന് ഈ കറൻസി ഉപയോഗിച്ചുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് അരങ്ങേറുന്നുണ്ട്. സംസ്ഥാനത്ത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ ഇടപെടലിന് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റിഗേഷൻ സെൻറ്റർ വരുന്നതായിരിക്കും. കൊച്ചി സൈബർ ഡോം കേന്ദ്രീകരിച്ചാകും ഈ കേന്ദ്രം ആരംഭിക്കുക. ഇതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാകുന്നതായിരിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ വഴി ലഭിക്കുന്ന തുക ക്രിപ്റ്റോ കറൻസിയായി കൈമാറ്റം ചെയ്യുന്ന സംഘങ്ങൾ വ്യാപിക്കുന്നതും പ്രത്യേക അന്വേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരു വലിയ കാരണമായിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകളിൽ വൻ തുക നഷ്ടപ്പെടുന്നത് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ വഴി ഓഹരി ഇടപാടുകൾ നടത്തുന്നതിലൂടെയാണ്. അതിൽ ഒരുപാട് ആൾക്കാർ ചെന്ന് ചാടിയിട്ടുമുണ്ട്. അവരുടെ എല്ലാം ഭീഷണിയുടെ ഭാഗമായി ഒരുപാട് ആൾക്കാർ ഇന്ന് മിണ്ടാതെ നിൽക്കുന്നുമുണ്ട്. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി സൈബർ ഡോം കേന്ദ്രീകരിച്ച് കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അജ്ഞാതമായിരിക്കുന്നതിനാൽ അന്വേഷണത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരും വിവരങ്ങളും വ്യാജമായിരിക്കും. ഇവർ ഈ വ്യാജ അക്കൗണ്ടിൽ നിന്നായിരിക്കും ഈ തട്ടിപ്പുകളെല്ലാം നടത്തി വരുന്നത്. ക്രിപ്റ്റോ കറൻസി വിലാസവും അതിന് പിന്നിലെ വ്യക്തിയും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാത്തതും നിഗൂഢതയ്ക്ക് കാരണമാകാറുണ്ട്. ക്രിപ്റ്റോ കറൻസികളിലെ എൻക്രിപ്ഷൻ സാങ്കേതികയും അന്വേഷണത്തിന് ഒരു വലിയ തടസ്സമാണ്. രാജ്യാന്തര ബന്ധങ്ങളിലെ സങ്കീർണതയും അന്വേഷണങ്ങൾക്ക് തടസ്സമാകുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അന്വേഷണ സംവിധാനത്തിന് സ്വകാര്യ സൈബർ വിദഗ്ധരുടെ സഹായവും സൈബർ ഡോമിന് ലഭിക്കുന്നതായിരിക്കും. ഏറിവരുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനാണ് ഈ കേന്ദ്രം രൂപീകരിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ഈ ടെക്നോളജീസ് അഡ്വാൻറ്റേജായ ഈ കാലത്ത് എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കാരണം ഈ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തട്ടിപ്പാണ് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈബർ കുറ്റകൃത്യങ്ങൾക്ക് കുറച്ച് സംഘം ചേർന്നുള്ളൊരു അന്വേഷണം എത്രത്തോളം പ്രാപ്തമാകുമെന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുള്ളത്. ഈ ക്രിപ്റ്റോ കറൻസി വഴി തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് നഷ്ടമാകുന്നത് ചെറിയ തുകയൊന്നുമല്ല, 1000-10,000 രൂപയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപകളാണ്. കോടിക്കണക്കിന് ബിസിനസ്മാന്മാരുടെ പൈസകളാണ് ഇന്ന് വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു അറുതി വരണമെന്ന് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. അതിനാലായിരിക്കണം ഈ ഒരു കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇന്ന് നിലവിലുണ്ട്, പേഴ്സണൽ ലോൺ നൽകാനും എല്ലാ കാര്യങ്ങൾക്കും. ഈ ഒരു ലോൺ വഴിയും കൂടുതൽ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പരസ്യം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പരസ്യം കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇവരിത് ചിന്തിക്കാതെ ഈ പരസ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ജനങ്ങളും ഇത് വിശ്വസിച്ച് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വലിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു കറൻസിയിൽ നിൽക്കുന്ന വലിയ തട്ടിപ്പുകളും നമ്മുടെ രാജ്യത്ത് വ്യാപകമായി വരുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്നത് വലിയൊരു ആപത്തായി വരുന്നുമുണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി എന്നത് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ഇരട്ടിയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം കൂടുന്നത്. അതെല്ലാം കൊണ്ടാണ് ഓരോ ആൾക്കാർ ഇതിനെതിരെ തട്ടിപ്പും കൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ.